ഹലോ, നമുക്കിന്നൊരു അലീസ ചെയ്ത് നോക്കട്ടോ. വലിയ ഗോതമ്പ് മിക്സിയിൽ കുത്തിയിട്ട് പാച്ചിയെടുത്തുകൊണ്ട് കഴുകി അടുപ്പത്ത് വെക്കട്ടോ. അതിന് ശേഷം അതിൽ കുറച്ച് ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കട്ടോ. അത് വെക്കുമ്പോൾ തന്നെ ഇടാം, ഞാൻ മറന്നു പോയതാണ്, പിന്നെയാണ് ഇട്ടത്. ചിക്കനും ഗോതമ്പും ഒപ്പം ആണ് കേട്ടോ വെക്കുന്നത്. അത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ മറന്നിട്ട് കുറച്ച് വെന്തതിന് ശേഷമാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക ചെയ്ത് കേട്ടോ, വേവിച്ചെടുത്തു. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനും ഗോതമ്പും വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പട്ടയും ഗ്രാമ്പും ഏലക്കായും അത് വെച്ചപ്പോൾ മറന്നു പോയതാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. കഴിഞ്ഞിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചിരവി തേങ്ങാപ്പാൽ അടിച്ചെടുക്കട്ടോ. നല്ലോണം കുത്തി ഉടച്ചെടുക്കണം കേട്ടോ. മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. ഞാൻ നല്ലോണം കയ്യിൽ വെച്ച് കുത്തി ഉടച്ചെടുക്കുക ചെയ്തത് കേട്ടോ. 2 പ്രാവശ്യം വേവിച്ചുകൊണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ അടിച്ചത് ഇങ്ങനെ പാല് പിഴിഞ്ഞെടുക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. ഉള്ളി മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും ഗോതമ്പും തേങ്ങാപ്പാൽ ഒഴിച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അലീസ റെഡിയായി. എന്നിട്ട് നമുക്ക് തേൻ ഒഴിച്ച് കഴിക്കട്ടോ. മധുരം വേണ്ടവർക്ക് തേൻ ഒഴിച്ച് കഴിക്കുക, പഞ്ചസാര ഇട്ട് കഴിക്കുക, അല്ലാതെ കറി ഒഴിച്ചും കഴിക്കുക.